ഹലോ, നമുക്ക് ഇന്ന് ഏത്തയ്ക്കാപ്പം ഉണ്ടാക്കിയാലോ? അപ്പം മെയിൻ സാധനമായ ഏത്തയ്ക്ക നമ്മുടെ കയ്യിലുണ്ട്. അത് നമ്മൾ തൊലി പൊളിച്ചെടുക്കുകയാണ്. നല്ല പഴുത്ത ഏത്തയ്ക്ക 4 എണ്ണം ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ തൊലി പൊളിച്ചെടുത്ത് ഒരു ഏത്തയ്ക്ക എടുത്തിട്ട് അതിൻ്റെ പകുതി എടുത്തിട്ട് അത് 3ആയിട്ടാണ് ഞാൻ മുറിച്ചെടുത്തേക്കുന്നത്. അപ്പം അത് നമുക്ക് അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. മൊത്തം എടുത്ത് നമ്മൾ അരിഞ്ഞ് ഇനി ഇതിനാവശ്യം മിക്സ് നമുക്ക് തയ്യാറാക്കി എടുക്കാം. അതിനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിൽ ഇച്ചിരിയേറെ മൈദാമാവ് ഇടുന്നുണ്ട്. അതെനിക്ക് ലാസ്റ്റ് ഇച്ചിരി മൈദാദോശ ഉണ്ടാക്കാനാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ വേറെ ആയിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ മൈദാപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് എടുത്തിട്ടുണ്ട്. 1-1.5 എടുത്തിടാം, നിങ്ങളുടെ അളവനുസരിച്ച്. പിന്നെ ജീരകം ഇടാം. ജീരകമോ എള്ളോ എന്തെങ്കിലും ഇടാം. എന്നിട്ട് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്യാം. ഇളക്കാം. നല്ലപോലെ ഇളക്കി കഴിഞ്ഞ് 1 ഗ്ലാസ് വെള്ളം, ഒന്നല്ല, ഞാൻ 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കേട്ടോ. 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നല്ലപോലെ കട്ട കൂടാതെ ഇളക്കി കൊടുക്കാം. നല്ലപോലെ ഇളക്കണേ. അപ്പം ഇളക്കി കഴിഞ്ഞപ്പോൾ ഇച്ചിരി മഞ്ഞൾപ്പൊടി കൂടെ ഉണ്ടായിരുന്നു. പിന്നെ മഞ്ഞൾപ്പൊടി ഉപ്പുകൂടി ഇട്ട് ഒന്നുകൂടെ ഇളക്കി കൊടുത്തു കഴിഞ്ഞപ്പോൾ നമ്മുടെ മിക്സ് റെഡിയായി. ഇനി നമുക്ക് ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ട് ഗ്യാസ് കത്തിക്കാം. ഗ്യാസ് കത്തിച്ച് ചീനച്ചട്ടി ചൂടാക്കി കഴിഞ്ഞപ്പോൾ അതിലോട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ആദ്യം ഒഴിച്ചപ്പോൾ ഇച്ചിരി കുറവ് പോലെ തോന്നി. പിന്നെ ഇച്ചിരിയും കൂടെ ഒഴിച്ച് കഴിഞ്ഞ് നമ്മുടെ ഏത്തയ്ക്കാപ്പം നമുക്ക് ചൂടായ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് അത് കഴിഞ്ഞ് എൻ്റെ കണ്ടോ നമ്മുടെ ഏത്തയ്ക്കാപ്പം എണ്ണയിൽ കിടന്ന് തിളയ്ക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഏത്തയ്ക്കാപ്പം തയ്യാറായി.